രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം കർണാടക എന്ന് പറയുന്നു. കർണാടക ആരാ ഭരിക്കുന്നത്? ഇനി കർണാടക ഞാനിപ്പോൾ CPM ആണ് ഭരിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പുകിൽ? കർണാടക ആരാ ഭരിക്കുന്നത്? പക്ഷെ 10 ദിവസമായിട്ടൊരു MLA കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറയട്ടെ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ, കർണാടക പോലൊരു സംസ്ഥാന സർക്കാരിൻ്റെ സർവ്വസന്നാഹങ്ങളും ഒരു വ്യക്തിക്ക് സുരക്ഷയായിട്ട് കവചമായിട്ടുണ്ടെങ്കിൽ ഒരു പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികമല്ലേ? അത് മാത്രമല്ല, ഇപ്പോൾ കേരള പോലീസിന് ഒളിച്ചു പോയിട്ട് ചെയ്യാൻ പറ്റും. കേരള പോലീസ് ഒരാളെ വേറൊരു അതിർത്തി കടന്ന് പോകുന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ സുപ്രീം കോടതി നിർദ്ദേശം എന്താ? ബാലഗോപാല തനിക്കറിയില്ലടോ, നീ സുപ്രീം കോടതി പോകുന്നല്ലേ? അതായത് അപ്പുറത്തെ സ്റ്റേറ്റിൻ്റെ ആ അനുമതിയും കൂടി വേണം, അവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് പോകേണ്ടത്. സമ്മതിക്കുമോ? കർണാടകയിലെ സ്വാഭാവികമായിട്ട് എന്തിനാണ് ഇത് അദ്ദേഹം, ഞാനല്ല പറയുന്നത്, നിങ്ങളാ പറയണത് അദ്ദേഹം കർണാടകയിലാണ്. ചില മാധ്യമങ്ങളിൽ നിങ്ങളെന്ന് വെച്ചാൽ ബാലഗോപാലിനെ ഉദ്ദേശിക്കുന്നത്, ബാലഗോപാലിന്റെ സുഹൃത്തുക്കള്. അതായത് കർണാടകയിലെ ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ, VD സതീശൻ എവിടെയാണെന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് VD സതീശൻ പറഞ്ഞ് ഞങ്ങൾ പോയി പിടിച്ചോളാന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് വളരെ ലളിതമായ ഉത്തരമല്ലേ? അല്ല, എന്ന് വെച്ചാൽ ഞങ്ങൾ പിടിച്ചോ. ഇപ്പോൾ അമേരിക്കയിലുള്ള ആളെ ഞാനൊരു സെക്കൻഡ് ചോദിക്കട്ടെ, ഒരു സെക്കൻഡ്, ഒരു ക്രിമിനൽ പ്രതിപക്ഷ നേതാവിൻ്റെയും സഹപ്രവർത്തകരുടെയും അധ്യക്ഷതയിലുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. KC വേണുഗോപാൽ നേരിട്ട് ഇടപെടുന്നൊരു സംസ്ഥാനമാണ്. ഒരുപക്ഷെ പരോക്ഷമായിട്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് KC വേണുഗോപാലല്ലേ? കർണാടകയിൽ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ വാർത്തകളെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാണ്. ഇനി നിങ്ങളുടെ വാർത്തകൾ വിശ്വസിക്കരുതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. MP, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയൊരു കേസ് എന്ന് സർക്കാർ തന്നെ പറയുന്നു, മുഖ്യമന്ത്രി തന്നെ പറയുന്നു, വളരെ വലിയ തോതിലുള്ള പീഡനം നടന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അങ്ങനെ ഒരു പീഡനം ഇങ്ങനെ നടക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അതായത് കേരളത്തിലെ ഈ ഒരു ക്രിമിനൽ സംഭവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഉത്കണ്ഠയുണ്ട് എങ്കിൽ ഭരണപക്ഷത്തിൻ്റെ കൂടെ, കേരളത്തിൻ്റെ പോലീസിൻ്റെ കൂടെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ കക്ഷികളും കൂടിയാണ് നിരക്കണം. ആ കുറ്റാരോപിതനായിട്ടുള്ള ഒളിവിൽ കഴിയുന്ന ആളെ കണ്ടെത്താൻ വേണ്ടിയുള്ള സഹകരണം പ്രതിപക്ഷ പാർട്ടികൾ കൂടി നൽകിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലേ? ഉദാഹരണം പറഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായിച്ചു എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലായതുകൊണ്ട് അപ്പം തന്നെ തൂക്കിയെടുത്തില്ലേ? അപ്പം അവിടെ ഉണ്ടെങ്കിൽ പറ്റില്ലേ? നമ്മുടെ അതിർത്തിക്കുള്ളിലല്ലേ പോലീസ് പ്രവർത്തിക്കേണ്ടത്? ഈ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളിലോട് ബാലഗോപാല നീ എന്നിട്ട് നീ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അപ്പം ശരി, ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ കോൺഗ്രസ്സുകാരെല്ലാവരും ഈ കാര്യത്തിൽ ഭയങ്കര നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു പറയില്ല. എന്താ കാരണം വെച്ചാൽ, ഇന്നലെ നമ്മുടെ സഹോദരി JB മേത്തർ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക് എത്ര സചേതനമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അവർ നാട്ടിലൊന്നും വാദം തുറന്നിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു ബില്ലുമായി വന്നു. നിങ്ങൾ എന്തുകൊണ്ടത് വാർത്ത കൊടുത്തില്ല? അതെന്താ വാർത്ത കൊടുക്കായിരുന്നു? ഇയാൾ കൊടുത്തിട്ടില്ല, ഞാൻ കണ്ടില്ല. ഞാൻ റിപ്പോർട്ടറിനെ അന്വേഷിച്ചു. അതായത് JB മേത്തർ ഇങ്ങനെ ഒരു പ്രത്യേക ബില്ല് ഫേസ്ബുക്ക് പോലും ഇല്ല. ശരി, പാർലമെന്റിലെ UDF എംപിമാരുടെ ഒരു ചോദ്യം ഇപ്പൊ വലിയ വിവാദമാകുന്നുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട് മഞ്ഞക്കാർഡുകാർക്ക് അരി നിർത്തലാക്കുമെന്നൊരു ചോദ്യം ചോദിച്ചു. അത് ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് ഇവർ പാരയാ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ അവരുടെ ചോദ്യമെന്ന് പറയുന്നത് പാരയുടെ എന്താ പറയുക, ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ? എന്താ കാരണം, നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ റേഷൻ നിർത്തലാക്കുന്നില്ല? കണ്ടില്ലേ, അവിടെ തീവ്ര ദാരിദ്ര്യമില്ലാതായപ്പോഴും നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത്? ഈ റേഷൻ കാർഡുകൾ റദ്ദ് ചെയ്യുമോ? എന്തുകൊണ്ട് റദ്ദ് ചെയ്യുന്നില്ല? എപ്പോൾ റദ്ദ് ചെയ്യും? കേരളത്തോട് എന്തെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ഒരു ജനപ്രതിനിധി ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമോ? ഇത് തന്നെയാണ് നേരത്തെ സംഭവിച്ചത്. അതായത് സമഗ്ര ശിക്ഷയായി ബന്ധപ്പെട്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തുകൊണ്ട് ഫണ്ട് തടയുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ഇന്നലത്തെ ഇവരുടെ ചോദ്യത്തോടു കൂടി ഞാൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദഗതി യഥാർത്ഥത്തിൽ രൂഢമൂലമായി സമർത്ഥിക്കപ്പെട്ടു. അതായത് കേരളത്തിൻ്റെ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ട, പതാകവാഹകരായി പ്രവർത്തിക്കേണ്ട ആൾക്കാരുടെ ഏക കാര്യപരിപാടി എന്ന് പറയുന്നത് കേരളത്തിന് പാരപണിയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ താമരപത്രത്തിൽ അച്ചടിച്ച പോലെയിലൂടെ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളുടെ മുകളിലുള്ള ഒരു പ്രഹരമല്ലേ, അവരുടെ ചെകിട്ടത്ത് അടിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിൽ ഒരു മാനവികതയുടെ
അല്ലെങ്കിൽ കേരളത്തോടൊരു അല്പം ഇഷ്ടമുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന്, ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ഏതെങ്കിലും എം പിമാരാണ് ഇങ്ങനെ, അതായത് UDF ഭരിച്ചിരുന്ന സമയത്ത് ചോദിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പുകലുണ്ടാകുമായിരുന്നു. നിങ്ങൾ ചർച്ച നടത്തില്ലേ? ഒന്നുമില്ലാതെ വെറുതെ ചർച്ച നടക്കുന്നില്ലേ? ഒരു ചർച്ച ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത്, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ വരാം.